പാനൂർ ബോംബ് സ്ഫോടന കേസിലെ മുഴുവൻ പ്രതികളും CPM DYFI ബന്ധമുള്ളവരാണ്. DYFI ഭാരവാഹികളും CPM റെഡ് വളണ്ടിയർ ക്യാപ്റ്റനും പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നു. എന്നാൽ സംഭവം നടന്ന ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികൾ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളിൽ തുടരുകയാണ്. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ട്. DYFI നേതാവായ ഷിജാലാണ് ബോംബ് നിർമ്മാണ സാമഗ്രികൾ സംഘടിപ്പിച്ചത്. റെഡ് വളണ്ടിയർ ക്യാപ്റ്റൻ അമൽ ബാബു ബോംബ് ഒളിപ്പിച്ചതായും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതായും പോലീസ് കണ്ടെത്തി. DYFI ഭാരവാഹികളായ സായൂജ്, അതുൽ എന്നിവർക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. എന്നാൽ ചുമതലകളിൽ നിന്നോ സംഘടനയിൽ നിന്നോ പ്രതികളെ നീക്കാൻ DYFI തയ്യാറായിട്ടില്ല. സംഭവവുമായി CPMന് യാതൊരു ബന്ധവുമില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. നടപടിയെടുക്കേണ്ടത് DYFI ആണെന്ന് പറഞ്ഞ് കൈയൊഴിയുന്നു സംസ്ഥാന സെക്രട്ടറി. DYFI വന്നോടെ DYFIക്കാരോട് ചോദിക്കും, അവർ ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അവർ പറയുന്നുണ്ട്, സനോജ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പോസ്റ്റ് സംഘടനയില്ല. യുവജന സംഘടന എന്ന് പറയുന്നത് യുവജന സംഘടന ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. ഞങ്ങൾക്ക് പോഷക സംഘടനയായിട്ടൊരു സംഘടനയില്ല. പ്രതികളിൽ DYFI ഭാരവാഹികളുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ് തന്നെ സമ്മതിച്ചതാണ്. സംഭവത്തിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ സംരക്ഷിക്കില്ലെന്നും DYFI വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആർക്കെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്നാണ് DYFIയുടെ വിശദീകരണം. DYFI നേതാക്കൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയതാണെന്ന നേതാക്കളുടെ വാദം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് തള്ളിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.